മാതാവും പിതാവും തമ്മിലുള്ളൊരു നല്ല സിങ്കിങ് വളരെ ആവശ്യമാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക്. മാതാവും പിതാവും തമ്മിൽ നല്ല ധാരണയിലും പരസ്പര ബഹുമാനത്തിലുമൊക്കെ ജീവിക്കുന്ന വീടുകളിൽ കുട്ടികൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. അവരിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ പോലും അതെല്ലാം തിരുത്തി മുന്നേറാൻ സഹായിക്കുന്ന ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കാൻ മാതാവിനും പിതാവിനും തമ്മിലുള്ള ഒരു നല്ല ബന്ധം തീർച്ചയായിട്ടും ഒരു അഷുറൻസ് ആണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികളുടെ പ്രശ്നങ്ങളുമായിട്ട് പല മാതാപിതാക്കളെ സമീപിക്കുമ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പം മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, പലപ്പോഴും കുട്ടികളുടെ പ്രശ്നങ്ങളുടെ എല്ലാം വേരുകളിരിക്കുന്നത് മാതാപിതാക്കളുടെ പ്രശ്നങ്ങളിലാണ്. മാതാപിതാക്കൾ തമ്മിൽ നല്ലൊരു ബന്ധമില്ലെങ്കിൽ, അവർ തമ്മിൽ നല്ലൊരു ധാരണയില്ലെങ്കിൽ, അത്തരം വീടുകളിലൊക്കെ വളരുന്ന കുട്ടികളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ കുട്ടികളുടെ ലോകം വളരെ സങ്കീർണമാകാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാതാപിതാക്കൾ പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കണം. ഈ പരസ്പര ബഹുമാനം നിലനിർത്താത്ത വീടുകളിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ചില വീടുകളിൽ ഭയങ്കര കൺട്രോളോടുകൂടി അല്ലെങ്കിൽ ഭയങ്കര ഈഗോയോടുകൂടി പ്രവർത്തിക്കുന്ന പുരുഷനായിരിക്കും. ചില വീടുകളിൽ എല്ലാം കൺട്രോൾ ചെയ്യുന്ന സ്ത്രീയായിരിക്കും. പരസ്പരം ബഹുമാനിക്കാൻ അറിയാൻ വയ്യാത്ത ഒരു വലിയ അവസ്ഥയാണ്. കാരണം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടുതലും സംഭവിക്കുന്നത് കുട്ടികളിലായിരിക്കും. കാരണം ഇതിൽ ആരാണ് മിടുക്കരെന്നുള്ളതല്ല. ഒരു വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് അവിടെ ഇതൊരു കോമ്പറ്റീഷൻ അല്ല. ഇതിൽ ആരാണ് വലിയ ശക്തിയുള്ള ആൾ, ആരാണ് മിടുക്കൻ, ആരാണ് ബുദ്ധിമാൻ, ഇത് കണ്ടുപിടിക്കാനുള്ള സ്ഥലമൊന്നും അല്ല കുടുംബജീവിതം എന്ന് പറയുന്നത്. കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അവിടെ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകമായ ചില റോളുകളുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ നിർവഹിക്കാനുണ്ട്. അവരൊരു സപ്ലിമെൻറ്റിങ് കോംപ്ലിമെൻറ്റിങ്ങുമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിച്ച് അവർ ജീവിക്കുമ്പോൾ അവിടെ വളരുന്ന കുട്ടികൾക്ക് വളരാനുള്ള വളരെ ഡെവലപ്മെൻ്റലായിട്ടുള്ള ഒരു സ്പേസ്, ഒരു പോസിറ്റീവായിട്ടുള്ള സ്പേസ് അവർക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇവിടെയാണ് വലിയൊരു കുഴപ്പം കിടക്കുന്നത്. ഈ മാതാവും പിതാവുമാകുന്ന വ്യക്തിയുടെ വ്യക്തിത്വ വികസനം, കാഴ്ചപ്പാട്, മൂല്യബോധം, സംസ്കാരം, ഇതിനൊക്കെ അനുസരിച്ചാണ്, അതുപോലെ മാനസികാരോഗ്യം, ഇതിനൊക്കെ അനുസരിച്ചാണ് പരസ്പരം ബഹുമാനിക്കാനുള്ള അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ, ഇപ്പോൾ പേഴ്സണാലിറ്റിയിലോ മാനസികമായിട്ടോ ഒക്കെ എന്തെങ്കിലും വൈകല്യങ്ങൾ അനുഭവിക്കുന്നവരുടെ ഒരു കുഴപ്പം, അവർക്ക് കൂടുതൽ പ്രോമിനൻസ് കിട്ടാൻ വേണ്ടി, അവർക്ക് കൂടുതൽ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി, അവർ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി മറ്റേ ആളെ ഇകഴ്ത്തുന്ന ഒരു പരിപാടി ഉണ്ടാവും. ഇത് വലിയ ദോഷം ചെയ്യും. കാരണം അങ്ങനെയുള്ളൊരു വീട്ടിൽ വളർന്നു വരുന്ന കുട്ടികളിലും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ആ ഇകഴ്ത്തിയ ആളിൻ്റെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോകുന്നു, അല്ലെങ്കിൽ ഈ വലിയ ആളാകാൻ ശ്രമിക്കുന്ന ആളുടെ ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. എന്തായാലും ഒന്നുകിൽ ഒരു വിക്ടിം അവിടെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു അഹങ്കാരിയോ ഒരു വളരെ മോശപ്പെട്ട വൈകല്യമുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ആളോ ഒക്കെ ആയിട്ട് നമ്മുടെ മക്കളും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് പരസ്പരം ബഹുമാനിക്കുക എന്ന് പറയുന്ന ഒരു മിനിമം പരിപാടി എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവേണ്ടതാണ്. അതിനൊക്കെ പറ്റിയ ആൾക്കാർ വിവാഹം കഴിച്ചാൽ മതി. അല്ലെങ്കിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാലുള്ള ഒരു വലിയ കണ്ടീഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിന് തടസ്സമായി നിൽക്കുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യ പ്രശ്നങ്ങളോ വൈകാരിക പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചെയ്യാവുന്ന കുട്ടികളെ കുരുതി കൊടുക്കല്ല, നല്ലൊരു വിദഗ്ധനായ ഒരാളിനെ പോയി കാണുക. അത് പരിഹരിക്കാൻ പറ്റുന്നു. നമ്മുടെ സിംറ്റംസ് എന്താണ്, അതിന് പറ്റുന്ന ഒരാളെ പോയി കണ്ട് അത് പരിഹരിക്കുക. അതിനൊന്നും ഒരു കോംപ്ലക്സും കാണിക്കേണ്ട കാര്യമില്ല. അതിനൊന്നും ഒരു ഈഗോയും തടസ്സമായി നിൽക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളെ റിപ്പയർ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ദുരന്തം വരും തലമുറയ്ക്കൂടെ നമ്മൾ സംഭാവന ചെയ്യും. അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം. അതുകൊണ്ട് പരസ്പരം ബഹുമാനിക്കുക എന്നുള്ള ഒരു പരിപാടി, നമ്മൾ ഒരു മിനിമം കോമൺ പരിപാടി ഈ കാര്യത്തിൽ മാതാപിതാക്കൾക്കുണ്ടായിരിക്കണം. രണ്ടാമതായിട്ടൊരു വളരെ പ്രധാനമായ ഒരു കാര്യം, പങ്കാളികളുടെ ഇടയിലുള്ള രഹസ്യങ്ങൾ, അല്ലെ അവർ പ്രൈവറ്റായിട്ട് സൂക്ഷിക്കേണ്ട വിഷയങ്ങൾ ഒരിക്കലും മക്കളുടെ കയ്യടി വാങ്ങിക്കാനോ മക്കളുമായിട്ട് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ഒക്കെ അത് പറഞ്ഞ് നമ്മുടെ കൂടെയുള്ള പങ്കാളിയെ ഇകഴ്ത്താനും മോശമാക്കാനും ഒന്നും ശ്രമിക്കരുത്. പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പിൽ ഓവർ ചെയ്ത് കുട്ടികളിലേക്ക് ചെല്ലുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്.
അത് തീർച്ചയായിട്ടും നമുക്ക് ഒട്ടും യോജിച്ച ഒരു കാര്യമല്ല. അത് പുരുഷനായാലും സ്ത്രീ ആയാലും അവരുടെ ഇടയിൽ നിൽക്കേണ്ട വിവരങ്ങളും അവരുടെ ഇടയിൽ നിൽക്കേണ്ട സ്വകാര്യമായ കാര്യങ്ങളും അവരുടെ ഇടയിൽ തന്നെ നിർത്താൻ അതൊരു ഡിഗ്നിറ്റിയാണ്, അതൊരു ക്വാളിറ്റിയാണ്, അത് വലിയൊരു കൾച്ചറാണ്. അപ്പോൾ ഇതൊക്കെ നിലവാരമില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ നിലവാരം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വഴക്കുണ്ടെങ്കിൽ പോലും ആ സമയത്ത് ഇതുപോലുള്ള വളരെ മോശമായ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് ജയിക്കാൻ ശ്രമിക്കുന്നതൊക്കെ തീരെ നിലവാരമില്ലാത്തവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷനൊന്നും അല്ല, ആരും ജയിക്കുന്നതോ തോക്കുന്നതോ ഒന്നും അല്ല. ഒരു കുടുംബജീവിതത്തിൻ്റെ മേന്മയെന്ന് പറയുന്നത് പരസ്പരം വിട്ടുകൊടുത്തും കുറച്ചൊക്കെ ഒന്ന് സഹിച്ചും കുറച്ച് ത്യാഗങ്ങളൊക്കെ അനുഭവിച്ചും ഒക്കെ ആണെങ്കിൽ പോലും എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ മേന്മയെന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ലെമൺ ഓൺ ദ സ്പൂൺ റേസ് പോലെയാണ്. ഒരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു റേസ് ജയിക്കാനായിട്ട് പറ്റൂ. ആദ്യം ആരും ഓടി വന്നു എന്നുള്ളതല്ല അവിടുത്തെ ഏറ്റവും പ്രധാനമായ കാര്യം. അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു പരസ്പര ധാരണ വളരെ ആവശ്യമാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് അവരുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, അവരുടെ ഒരു ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ അവരുടെ സ്കൂളിങ്ങിൻ്റെ കാര്യത്തിൽ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ശബ്ദം കേൾക്കുന്നതാണ് ഒരു കുടുംബത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ലൊരു ധാരണയിൽ വേണം പ്രവർത്തിക്കാൻ. എന്നിട്ട് കുട്ടികളുടെ മുമ്പിൽ വരുമ്പോൾ അവിടെ ഒരു ശബ്ദമായിരിക്കണം. അവിടെ പരസ്പര വിരുദ്ധമായ ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ അത് കുട്ടികൾ മുതലെടുക്കുകയും കുട്ടികൾ നമ്മളെ ഡിവൈഡ് ചെയ്ത് നമ്മളെ പറ്റിക്കുകയും ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. കുട്ടികൾ വളർന്നു വരികയാണ്, അവർ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു ഐക്യമുള്ള ശബ്ദമില്ല എന്ന് കാണുമ്പോൾ ഇവരെ തമ്മിൽ അടിയിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാം. ഇപ്പം തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവരും ഒരേ ഫുഡ് കഴിക്കണം. അത് ചില വീട്ടിലെ ഒരു ധാരണയാണ്. അവിടെ ഒരാൾക്ക് വേറൊരു ഫുഡ് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്ത് ആ ഒരു സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യുന്ന മാതാവായാലും പിതാവായാലും വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്ത് കുട്ടികളിലെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരിലെ ഒരു പേഴ്സണാലിറ്റി ഓർഗനൈസ് ചെയ്തെടുക്കാനുള്ള വലിയ ചാൻസസ് നഷ്ടപ്പെടുത്തി കളയരുത്. അപ്പോൾ ഭാര്യയും ഭർത്താവും നമ്മളിപ്പോൾ അതിനകത്ത് ചിലപ്പോൾ ഇച്ചിരി തെറ്റ് കാണും, ശരി കാണും. അതിനേക്കാളും പ്രധാനമാണ് അവിടെ ഒരു ശബ്ദം ഉണ്ടാകുക എന്നുള്ളത്. ആ ഒരു ശബ്ദം എന്ന് പറയുന്നതല്ല, ഒരു ധാരണയെന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ നമുക്ക് തെറ്റാണെന്ന് തോന്നിയാൽ തിരുത്തുകയൊക്കെ ചെയ്യാമല്ലോ, അതിന് കുഴപ്പമില്ല. പക്ഷേ പല ശബ്ദങ്ങളായിട്ട് മാതാവും പിതാവും കുട്ടികളുടെ അടുത്ത് മാറുന്നത് അത്തരം വീടുകളുടെ നിലവാരം കുറയും, അത്തരം വീടുകളിലെ കുട്ടികളുടെ നിലവാരം കുറയും, ഒരു സംശയം ആ കാര്യത്തിലില്ല. അതുപോലെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായും ഉണ്ടാകേണ്ട ഒരു കാര്യം, ആ ഫാമിലിക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം. അത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ലക്ഷ്യം, അത് മാതാപിതാക്കൾ തമ്മിൽ ഒന്ന് തീരുമാനിക്കണം. നമ്മൾ എന്തിനാണ് വിവാഹം കഴിച്ച് ജീവിക്കുന്നത്, എന്തിനാണ് നമുക്ക് മക്കൾ, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്തായിരിക്കണം നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി, ഹൗ ദിസ് ഫാമിലി ഈസ് ഗോയിങ് ടു ബി ഡിഫറെൻറ്റ് ഫ്രം അതർ ഫാമിലീസ്, അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ഫാമിലിയുടെ ഒരു ഡിഫറൻസ് എന്താണ്, ഒരു യുണീക്നെസ് എന്താണ്, ഒരു ക്വാളിറ്റി ഏതിൻ്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഒരു 10 years കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത്. അത്തരത്തിലുള്ള ഫാമിലികൾക്ക് വലിയ സാധ്യതയാണ്. അതാണ് ഒരു ഫാമിലിയുടെ ഒരു വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു ഡിഫറൻസ് എന്താണെന്ന് തിരിച്ചറിയുക, ഒരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ അതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ചില ചിട്ടയും ക്രമവും ഡിസിപ്ലിനും ഒക്കെ നമ്മുടെ വീട്ടിൽ ആവശ്യമാണ്. അതാണ് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം, ഒരു ബൗണ്ടറി, ഒരു ചിലതൊക്കെ വേണം, ചിലതൊക്കെ വേണ്ട. അവിടെ ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയണം, ചില കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അവിടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് ഹസ്ബൻഡും വൈഫും കുഞ്ഞുങ്ങളിലെ ചെറിയ പ്രായം മുതൽ തന്നെ അതിന് ശ്രമിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അവർ വളർന്നു വരുമ്പോൾ അവരോട് ഒരുപാട് കിടന്ന് ബഹളം വെക്കേണ്ട കാര്യം വരുന്നില്ല. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ എല്ലാവരും അവിടെ കാണും, സപ്പർ കഴിക്കുമ്പോൾ എല്ലാവരും അവിടെ കാണും, പ്രാർത്ഥിക്കാൻ നേരം എല്ലാവരും അവിടെ കാണും. അല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയാവുന്ന ഒരു സിസ്റ്റമുള്ള, ഒരു ക്രമമുള്ള, ഡിസിപ്ലിനുള്ള വീടിൻ്റെ ഒരു പ്രത്യേകത. എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും കുട്ടികളോട് പറയണ്ട, അവരുടെ പുറകിന് നടക്കണ്ട. എല്ലാ കാര്യത്തിനും പഠിത്തത്തിന് പുറകിന് നടക്കണ്ട. എല്ലാ കാര്യത്തിനും അവിടെ ഒരു ക്രമമുണ്ട്, സിസ്റ്റമുണ്ട്, ഡിസിപ്ലിനുണ്ട്. പരസ്പരം ഒന്ന് നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വീട്ടിൽ ഒരു നല്ല കമ്മ്യൂണിക്കേഷനുള്ള വീട്. അപ്പോൾ ഈ ഡിസിപ്ലിൻ ഉണ്ടായാൽ മാത്രം പോരെ, ഈ ഡിസിപ്ലിനൊക്കെ നമ്മൾ കുട്ടികളുമായിട്ട് ചർച്ച ചെയ്യും. നമ്മുടെ വീടിൻ്റെ പ്രത്യേകതകളൊക്കെ കുട്ടികളോട് ചർച്ച ചെയ്യും. നമ്മുടെ വീടിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ കുട്ടികളോട് ചർച്ച ചെയ്യും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണെന്ന് കുഞ്ഞുങ്ങളോട് ചെറിയ പ്രായം മുതലേ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് വരുന്ന വീടുകളാണെങ്കിൽ ആ വീടിനെ സംബന്ധിച്ച് പിന്നെ നമ്മൾ ഒരുപാട്
പിന്നെ പുറകിന് നടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അവിടെ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നുള്ള ഇതിനെയാണ് ഒരു കുടുംബം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന, ഒരു ഭവനം എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഞാൻ പലപ്പോഴും ഭവനത്തെക്കുറിച്ച് പറയാറുണ്ട്. ഭവനം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, നമുക്ക് വീട് വാങ്ങിക്കാൻ പറ്റും. ഭവനം എന്ന് പറയുന്നത് ഒരു വീട്ടിലെ എല്ലാവരും കൂടെ ചേർന്ന് വരുമ്പോൾ അവിടെ രൂപപ്പെട്ടു വരുന്നൊരു സംസ്കാരത്തെയാണ്. അതാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വീടിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംസ്കാരം ഉണ്ടായിരിക്കണം. അതങ്ങനെയാണെന്ന് കുട്ടികൾക്കും ബോധവും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജോലി എളുപ്പമായി. ആൻഡ് ഫൈനലി നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ തർക്കം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഭാര്യയും ഭർത്താവും നമ്മൾ ചിലപ്പോൾ ചില തർക്കങ്ങൾക്ക് കാരണമുണ്ട്. കുത്തിയിരുത്തി പഠിപ്പിക്കണോ, അതോ ഇച്ചിരി അയച്ച് പഠിപ്പിക്കണോ, അല്ലെങ്കിൽ കണക്ക് അറിയാൻ വയ്യാത്തൊരു കുട്ടിക്ക് അമിതമായി ട്യൂഷൻ കൊടുത്ത് പഠിപ്പിക്കണോ, അതോ അല്ലെങ്കിൽ അവനെ കണക്ക് അറിവിലുള്ള കുറവ് അംഗീകരിക്കണോ, അല്ലെങ്കിൽ കുട്ടിയെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ വിടണോ, അല്ലെങ്കിൽ കുട്ടിയെ ചെസ്സിനാണോ വിടേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊക്കെ തർക്കം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു കുട്ടിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് വാലിഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കാര്യത്തിലൊക്കെയുള്ള ഒരു തർക്കം ബാലിശമായി നമുക്ക് ആ തർക്കം തീർക്കാൻ പറ്റില്ല. അങ്ങ് വിട്ടുകൊടുത്ത് തീർക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അവിടെ എക്സ് ആണോ വൈ ആണോ ശരിയെന്നുള്ളതും നമുക്കറിയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ശരിക്കും ഒരു തർക്കമുണ്ട്. ആ തർക്കം ദീർഘകാലത്തേക്ക് നിൽക്കുകയാണെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ അഡ്വൈസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഇന്നലെ കൂടി ഞാൻ ഇടപെട്ട ഒരു ഫാമിലിയുടെ കേസാണ്. ആ മകൻ പഠിക്കാനൊന്നും വലിയ കഴിവൊന്നുമുള്ള ആൾ ഒന്നുമല്ല, പക്ഷെ വലിയൊരു പ്രൊഫഷണൽ കോഴ്സിന് വിട്ടു. ആ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞപ്പോഴും ആ കുട്ടിക്ക് ഒരു ജോലിയും ഇല്ല, ഒരു സാധ്യതയില്ല. അപ്പോൾ വീണ്ടും ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് വീണ്ടും കുറേ പണമെല്ലാം കൊടുത്തു വിട്ടു. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ വീണ്ടും ഇതിൻ്റെ പുറകിന് പൈസ കളഞ്ഞിട്ട് അവസാനം നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. പക്ഷെ അപ്പനത് കേട്ടില്ല, വീണ്ടും അവനെ വിടുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ 30 വയസ്സായി, കുട്ടിയൊന്നും ആയില്ല, ഒരുപാട് ഡിഗ്രികളൊക്കെ കയ്യിലുണ്ട്, ജീവിതത്തിലൊന്നും ആയില്ല. കാരണം ഈ കുട്ടിയെ പറ്റി അനലൈസ് ചെയ്തപ്പോൾ ഒരു ടീനേജ് മുതൽ തന്നെ പുള്ളിക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട്, ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ട്, സോഷ്യലൈസിങ്ങിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഒരാളുടെ തലയിലോട്ട് കുറേ ഡിഗ്രികൾ എടുത്തു വെച്ചാൽ പ്രശ്നങ്ങൾ തീരില്ല. അപ്പോൾ അവിടെ ഒരു എക്സ്പേർട്ടിനെയൊക്കെ കണ്ടിരുന്നെങ്കിൽ ആ കുട്ടി സത്യം പറഞ്ഞാൽ ആ പഠിച്ച സാധനങ്ങളൊന്നും ആ കുട്ടി പഠിക്കേണ്ട കാര്യങ്ങൾ പോലും അല്ല. കാരണം അതിനൊന്നുമുള്ളൊരു ടാലൻ്റ് ആ കുട്ടിക്കില്ല. അപ്പോൾ ആവശ്യമില്ലാതെ കുറേ കുടുംബത്തിൻ്റെ പണവും റിസോഴ്സസും സമയവും എല്ലാം കൊണ്ട് കളഞ്ഞ് ആ കുട്ടിയെ ഒന്നും ആക്കാതെ ഇരുന്നു എന്ന് മാത്രമല്ല, ആ കുട്ടിയെ രോഗിയാക്കി ഫിനിഷ് ചെയ്തെടുത്തു എന്നുള്ളത് എത്ര കൊടിയ പാപമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അറിവുള്ളവരോടൊന്ന് തിരക്കുന്നത് നല്ലതാണ്. നല്ല പ്രാക്ടീസുകളൊക്കെ നമുക്ക് അഡ്വൈസ് ചെയ്ത് തരാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഇന്ന് ലോകത്തുണ്ട്. അപ്പോൾ നമുക്കറിയാൻ വയ്യാത്തവരും പിന്നെ ഇതിനൊരു ഈഗോ ഒരു തടസ്സമാണ്. ഇപ്പം ഒരാൾ പറഞ്ഞതുപോലെ ബീങ് എ ഡോക്ടർ, എനിക്ക് എന്താണ് അറിയാൻ വയ്യാത്തത്, അങ്ങനെയൊന്നുമില്ല. ഒരുപാട് ഡോക്ടേഴ്സുമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. ഡോക്ടറാണോ എൻജിനീയറാണോ സയൻറ്റിസ്റ്റ്, നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ ചിലപ്പോൾ ഒരു എക്സ്പേർട്ട് ആയിരിക്കും. അതുകൊണ്ട് കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആയിക്കൊള്ളണമെന്നില്ല, പേരൻറ്റിങ് കാര്യത്തിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് നമുക്കറിയില്ല. അതുപോലെ ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം, ഇപ്പോൾ സ്കൂൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് കുട്ടിയെ മാറ്റണോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് അറിവില്ലെങ്കിൽ, കാരണം നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അതിനകത്ത് ഇൻവോൾവ് ആണ്. ഇപ്പോൾ തന്നെ ഒരു വേറൊരു പേരൻറ്റ് വലിയൊരു ട്രാജഡിയിലാണ് ഇപ്പോൾ. അത് എന്താണെന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് നാട്ടിലായിരുന്ന ഒരു പേരൻ്റാണ്. പെട്ടെന്ന് കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വിദേശ രാജ്യത്തേക്ക് പോയി അവിടെ കുട്ടികളെ കൊണ്ടുപോയി അവിടെ ചേർത്തു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടികൾക്ക് അവിടുത്തെ വിദ്യാഭ്യാസവുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. കുട്ടികൾ ഭയങ്കര അരഗൻ്റായി മാറുന്നു, വലിയ വിഷയത്തിലാവുന്നു. അപ്പോഴത്തേക്ക് കുടുംബത്തിൻ്റെ എല്ലാ താളവും തെറ്റുകയാണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ അതേ സിലബസ് തന്നെയാണ് സർ ഇവിടെ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ അവർക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവിടെ അവരെ മനസ്സിലാക്കുന്ന കുറച്ച് അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം പെട്ടെന്ന് വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ ഒരു ബുദ്ധിപരമായ കാഴ്ചപ്പാടൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പല കാൽക്കുലേഷൻസും, ബുദ്ധി കൊണ്ടുള്ള പല കാൽക്കുലേഷൻസും ജീവിതത്തിൽ വലിയ മണ്ടത്തരമായി പോകും. അവിടെ ഹൃദയം കൊണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയണം. ഇതൊരു ജുഡീഷ്യസ് മിക്സ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്രെയിൻ ആവശ്യമാണ് ജീവിത കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ. അല്ലാതെ കൂടുതലൊരു ബുദ്ധിമാനാണ്, അതുകൊണ്ട് ഞാൻ വലിയ പേരൻ്റാണ്, എനിക്കെല്ലാം അറിയാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നിടത്താണ് കൂടുതൽ അബദ്ധങ്ങളും പറ്റുന്നത്. ഒത്തിരിയും പേരെ ഇങ്ങനെ അബദ്ധം പറ്റി ഞാൻ ദിനംപ്രതി കാണുന്നു. ഒരുപാട് പേര് ഫോണിലൂടെയൊക്കെ ബന്ധപ്പെടുന്നു. പല രാജ്യങ്ങളിലും മലയാളികൾ വലിയ സഫറിങ്ങിലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ബേസിക് കാര്യങ്ങളിലൊക്കെയുള്ള ചെറിയ തെറ്റുകളാണ്. പക്ഷേ ഒരു
പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ജീവിതം നമുക്ക് പുറകോട്ട് പോയേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാം കഴിഞ്ഞും നശിച്ചും വീണും കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിതൊക്കെ തിരിച്ചറിയുന്നത്. പിന്നൊരു തിരിച്ചുവരവിന് ചാൻസ് ഇല്ല, റീടേക്കിന് ചാൻസ് ഇല്ല. ദാറ്റ് ഈസ് ദ ട്രാജഡി ഓഫ് ലൈഫ്. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി പോകാമെങ്കിൽ അതിന് നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാവുന്ന മെൻറ്റേഴ്സിനെയും നല്ല എക്സ്പേർട്ടുകളെയും തെറാപ്പിസ്റ്റുകളെയും ഡോക്ടേഴ്സിനെയും അങ്ങനെ ആരുടെയൊക്കെയാണോ ഹെൽപ്പ് ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ സിംറ്റത്തിനും ആവശ്യമായ ഓരോ ഇഷ്യൂസിനും ആവശ്യമായ ആരെ കൂടെ ഒക്കെ നമുക്ക് നമ്മുടെ ഒരു സ്പെക്ട്രത്തിനകത്തേക്ക് കൊണ്ടുവരണം. അതും കൂടെ കൊണ്ടുവന്ന് വളരെ പ്രൊഫഷണലായിട്ടും വളരെ ബുദ്ധിപരമായി നീങ്ങിയാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കുഞ്ഞുങ്ങളുടെ ക്വാളിറ്റിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളിൽ പലതരത്തിലുള്ള കുറവുകളും വൈകല്യങ്ങളും ഒക്കെയാണ്. ഇത് ചെറിയ പ്രായത്തിൽ കണ്ടുപിടിച്ച് തിരുത്തിയാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചെറിയ പ്രായം മുതലേ മാതാവും പിതാവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ധാരണയിൽ നിന്നുകൊണ്ട് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് ഒക്കെ കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുക. ഒരു പിതാവിന് കാണാൻ പറ്റാത്ത ചിലപ്പോൾ മാതാവിന് കാണാൻ പറ്റിയെന്നിരിക്കും, അമ്മയ്ക്ക് കാണാൻ പറ്റാത്ത പിതാവിന് കാണാൻ പറ്റിയെന്നിരിക്കും. ഇത് രണ്ടുപേർക്കും ഒരു കൺഫ്യൂഷൻ തോന്നിയാൽ മൂന്നാമതൊരാളുടെ ഹെൽപ്പ് എടുക്കുന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ കുറച്ചുകൂടെ ആരോഗ്യപരമായ ഒരു ജീവിത രീതിയാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. പണ്ട് കാലത്ത് അച്ഛനോ അമ്മയ്ക്കോ ഒരു ഫെയിലിംഗ് സംഭവിച്ചാൽ അതിനെയൊക്കെ റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി സിസ്റ്റം നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അമ്മാവനുണ്ടായിരുന്നു, വലിയച്ഛനുണ്ടായിരുന്നു, ചിറ്റമ്മയും കുഞ്ഞമ്മയും മാമിയും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അച്ഛനോ അമ്മയ്ക്കോ കുറവ് പറ്റിയാൽ അതിൻ്റെ മുഴുവൻ കുറവുകളും കുട്ടികളിലായിരിക്കും സംഭവിക്കുക. ആ അവസ്ഥ കുഞ്ഞുങ്ങളുടെ ജീവിതവും അവരുടെ സാധ്യതകളും എല്ലാം നശിപ്പിച്ച് കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യങ്ങളെ ചിന്തിക്കുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ലിവിങ് നേരുന്നു. ഇത് നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ വളരെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ. ഇതിലൊക്കെ ഒരുപാട് കൂടുതൽ ആൾക്കാർക്ക് ഇത് പ്രയോജനം ചെയ്യുന്ന ഒരു ചാനലാണ്. അതുകൊണ്ട് കാണുന്നവർ അതിൻ്റെ നല്ല ഫീഡ്ബാക്കുകൾ തരുന്നു. അപ്പോൾ ഒത്തിരി പേർക്ക് കാണാൻ അതിന് അവസരമില്ല എന്നുള്ളത് ഞങ്ങൾക്കൊരു സങ്കടവുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.